ഹായ് ഗൈസ്, ഞങ്ങളൊരു ചുമയ്ക്ക് വേണ്ടി ഒരു മരുന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളൊരു കുടുക്ക ഇലയും പിന്നെ ഒരു ഇതും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചുക്ക് കാപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ആടലോടകത്തിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആടലോടകത്തിൻ്റെ ഇല. ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ പനിക്കൂർക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസിയിലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ചുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അയമോദകമാണ്. പിന്നെ 2 കുടംപുളി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജലദോഷമൊക്കെ ഉള്ളപ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചുക്ക് കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുവാണ് കൂടുതലായിട്ട് അസ്വസ്ഥത ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് ഓരോന്നിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചുമയാണ് കൂടുതലുള്ളതെങ്കിൽ പനിക്കൂർക്കയും തുളസിയിലയും അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇലയും നമ്മൾ കൂടുതലായിട്ട് ചേർക്കാം. അപ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് അയമോദകം നല്ലതാണ്. മൂക്ക് അടഞ്ഞിരിക്കുന്നത് മാറുവാനായിട്ട് അയമോദകം നല്ലതാണ്. അതുപോലെ നമുക്ക് തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾക്കാണ് ഈ കുടംപുളി ചേർക്കുന്നത്. തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ കുടംപുളി നല്ലതാണ്. ഇപ്പോൾ ഞാനിവിടെ ചുക്കും ജീരകവും കുരുമുളകും കൂടി ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് കരിപ്പെട്ടിയോ പനങ്കൽക്കണ്ടോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ശർക്കരയാണ് ഉണ്ടായിരുന്നത്. ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഒരു പകുതി വറ്റിച്ചെടുക്കണം. ഒരു കഷായ പരുവത്തിലാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കുഞ്ഞിന് ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട്. കാപ്പി യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കാപ്പിപ്പൊടി ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന പുളിയും അതുപോലുള്ള ഇലകളും എല്ലാം കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുകയും കൂടി ചെയ്യണം. എന്നാലേ അതിൻ്റെ ഗുണം മൊത്തം കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിതിവിടെ മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. ഈ തണുപ്പ് കാലത്ത് നമ്മൾ മഴയൊക്കെ നനഞ്ഞിട്ടൊക്കെ കയറി വരുമ്പോഴത്തേന് ഇതുപോലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാവാതിരിക്കുകയും ഉള്ള ജലദോഷത്തിന് നല്ലൊരു ആശ്വാസം കിട്ടുകയൊക്കെ ചെയ്യും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.